അവിടെ കയറാൻ നേരത്തെ ഞാൻ ആർക്ക് കുത്താൻ, ഞാൻ പറഞ്ഞു എവിടെ ഞാൻ താമരയെ കുത്തട്ട, താമരയെ അരിവാള എവിടെ വേണേ കുത്തി, എനിക്കൊന്നും ഇല്ലല്ലോ. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാൾ എന്താണ് ഈ സിറ്റിയെ പറ്റിയിട്ട് കാണുന്നത്? ഇലക്ഷൻ വരുന്ന സമയത്ത് സിറ്റിക്കകത്ത് വന്നിട്ടുള്ളൊരു മാറ്റങ്ങളെ, തിരുവനന്തപുരം കുറച്ച് റീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സിറ്റിയാണ്. നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഇപ്പം ഈ പറയുന്ന IT സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിലൊരു കഴിഞ്ഞ ഒരു 10-20 വർഷം സിറ്റിക്ക് വന്നിട്ടുള്ളൊരു മാറ്റങ്ങൾ ഒരു ട്രിവാൻഡ്രംകാരൻ എന്നുള്ള രീതിയിൽ ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, റോഡുകളുടെ വികസനം, പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ പുതിയ ഓഫീസ്, ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്ക് ഇപ്പോൾ 4ാമത്തെ ഫേസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബൈപ്പാസ് വന്നപ്പോൾ തന്നെ, ലുലു മാൾ വന്നപ്പോൾ തന്നെ അവിടെ വേറെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഒരുപാട് ഹോസ്പിറ്റൽസ്, ഒരുപാട് ഹോട്ടൽസ് ഒക്കെ വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വേറെ ഒരു 1-2 കുഴപ്പങ്ങളെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തെ റോഡ് വികസിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ റോഡ് തന്നെ എത്രയോ വർഷമായിട്ട് ആ റോഡാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ള ഒരു റോഡാണ്. അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു ഒരു 87, 88 അല്ലെങ്കിൽ 90 സമയത്തൊക്കെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് വികസിച്ചിരുന്നതല്ലാതെ ഇപ്പോൾ ഈ റോഡ്, ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ജഗതി റോഡാണെങ്കിൽ പോലും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ വഴുതക്കാട് മുതൽ പൂജപ്പര വരെയുള്ള ആ റോഡ് വലുതാക്കാനായിട്ടുള്ള ഒരു സ്കീം വന്നിട്ട് 1999 വന്നതാണ്. എന്നിട്ട് അന്ന് അളവെടുത്തു, കല്ലൊക്കെ ഇട്ടു, മാർക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു പോയി. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഉള്ള ഏതൊക്കെ അന്നത്തെ വലിയ ഗടാഗടിയന്മാരായിട്ടുള്ള വ്യക്തികളും ഉണ്ട് അതിന് ഇടം കയറിട്ട്. കാര്യം അവരുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ പോകുന്നുള്ള രീതിയിൽ അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെ ഉണ്ടായിരുന്നുള്ള പറയണേ, എനിക്കറിയില്ല അത് ആരൊക്കെയാണ് എതിർത്തെന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല. എന്തായാലും അത് മുടങ്ങിപ്പോയി, അവസാനം നടന്നില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് യാദൃശ്ചികമായിട്ട് ഞാൻ ഒരു 5-6 കൊല്ലം മുമ്പ് ഇങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത സീറ്റിലായിരുന്നു. അങ്ങനെ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഈ വഴുതക്കാട് പൂജപ്പര റോഡ് വീതി കൂടാതെ അത് ഭയങ്കരമായിട്ടത് ഇങ്ങനെ കിടക്കുകയാണ്. അത് എത്രയോ നാളായിട്ട് 99 അത് മാർക്ക് ചെയ്തിട്ടാണ്, പിന്നെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്നത് മോഹനും ഞാനും ഒരുമിച്ച് പഠിച്ച, ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്, എൻ്റെ നാട്ടുകാരനും കൂടാണ്. അപ്പം മോഹൻ്റെ അടുത്ത്, അപ്പം അദ്ദേഹത്തിന് അറിയും, മോഹനുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് അറിയാം. അപ്പം മോഹൻ്റെ അടുത്ത് രാവിലെ നോട്ടിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഞാൻ മോഹനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോഹന ഇങ്ങനൊരു സംഭവമുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് നോട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം സാറിന് അവരൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അവർ ആദ്യം ആ ഫയൽ ആദ്യം എടുത്തിട്ട് ആ ഫയൽ വിത്ത് ഫയലേ അദ്ദേഹത്തിന് കൊടുക്കുള്ളൂ. അപ്പോൾ എന്നെ ഒരു 11 മണിയായപ്പോൾ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ഫയലേ ഇവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഫയൽ. അപ്പോൾ മോനെ പറഞ്ഞു, ഈ PWDയിൽ അല്ല, ചിലപ്പോൾ ഒരു പക്ഷേ ട്രിഡയിൽ കാണുമായിരിക്കും, അവിടെ ആയിരിക്കും ഉള്ളതെന്ന് പറഞ്ഞു. അത് പക്ഷെ പിന്നെ എൻ്റെ അടുത്ത് പിന്നെ അത് അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കാവത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ കൗൺസിലർ, അന്ന് ഇപ്പോഴത്തെ അതേ കൗൺസിലർ തന്നെയായിരുന്നു അന്ന് മധു ഇപ്പോഴത്തെ കൗൺസിലർ മധുവാണ്. മധു എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അപ്പം മധുവിൻ്റെ വൈഫായിരുന്നു അന്ന് കൗൺസിലർ. അപ്പം ഞാൻ പറഞ്ഞു, മധുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ എന്താ പറഞ്ഞാൽ, ഈ നമ്മൾ ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ ഒരു മെമ്മറുള്ള പോലെ ഒരു 10,000 പേരുടെ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു കൊടുക്കുക, ആ ഫയൽ തപ്പിയെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് പുതിയൊരു പ്രോജക്റ്റായിട്ട് കൊണ്ടുവരിക, എന്താ പിന്നത്തെ കാര്യം. പക്ഷെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് അത് നടന്നില്ല, പിന്നെ അത് മുമ്പോട്ട് പോയില്ല. പക്ഷെ പിന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ കൊല്ലം കണ്ടോ വീണ്ടും ആ പ്രോജക്റ്റ് ഓണായി, വീണ്ടും അവർ വന്നു, സർവേക്ക് എടുത്ത് അതിൻ്റെ ഫസ്റ്റ് ഫേസായിട്ട് ഈ ജഗതി വരെ ഡെവലപ്പ് ചെയ്യണമെന്നും അത് വന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അന്ന് വന്ന് സർവേക്ക് എടുത്തിട്ട് പോയി, ഒന്നും നടന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു 1980
ഈ 80 കാലഘട്ടത്തിലൊക്കെ നമ്മൾ സ്കൂട്ടറും കാറും ഒക്കെ പതുക്കെ ഓടിച്ചു തുടങ്ങിയ കാലത്ത് എന്തായിരുന്നോ റോഡ് അതുപോലെ തന്നെ ഇന്നും ഇരിക്കുന്നത്. അന്നുണ്ടായിരുന്നതിൻ്റെ അന്നൊക്കെ നമ്മൾ സൈക്കിളും കൊണ്ട് റോഡിൽ ഇറങ്ങി പോയാലോ സ്കൂട്ടറും കൊണ്ട് റോഡിൽ പോയാലോ ഒന്നും വീട്ടുകാർക്കൊന്നും വലിയ വിഷമമില്ല. കാര്യം നമ്മളെങ്ങനെയും കറങ്ങി തിരിച്ച് ഇന്ന് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ മക്കൾക്ക് വണ്ടി കൊടുക്കാനുള്ള പേടിയുണ്ട്. കാര്യം അന്നുണ്ടായിരുന്നതിൻ്റെ ഒരു 5000 ഇരട്ടി വണ്ടി ഇന്ന് റോഡിലുണ്ട്. അന്നത്തെ ഉണ്ടായിരുന്ന അന്ന് 100 cc ആണ് വലിയ വണ്ടി. ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് 500 600 cc ഒക്കെയാണ് ഇന്ന് പാഞ്ഞു നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിച്ചാലും മറ്റോ അതെ, അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇത് ഈ റോഡ് അപ്പൊ ഈ റോഡ് വീതി കൂടുക എന്ന് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആണ് എപ്പോഴും ഒരു നാടിന്റെ നമ്മളങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഏതെല്ലാം ലോക രാജ്യങ്ങളും ഒക്കെ വലിയ ലെവലിലേക്ക് പോയിട്ടുണ്ടോ അതൊക്കെ ബിക്കോസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ നാട്ടിലെ എയർപോർട്ട്, ആ നാട്ടിലെ ഷിപ്പ് ഇത് ഹാർബർ, പിന്നെ റോഡ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയത് അവിടെ ഏറ്റവും വലിയൊരു ഉഗ്രൻ ക്രോസ് കൺട്രി ഒരു ഉഗ്ര ഹൈവേ വന്നതിന് ശേഷമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സുഗമമായി. അപ്പോൾ പെട്രോള് ലാഭം, ട്രാൻസ്പോർട്ടേഷൻ സമയം ലാഭം, എല്ലാം ഒരുപാട് സംഭവങ്ങൾ അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ വരണം. പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമുക്ക് എല്ലാത്തിനും ആരെങ്കിലും കയറി ഉടക്കിടും. ഒരാൾ നന്നാകാൻ നോക്കിയാൽ ഒരാൾ മോശമാക്കും. അതിങ്ങനെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയോ നാളത്തെ ഒരു ആഗ്രഹത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ, ഒരു NH66 എന്ന് പറഞ്ഞ ഒരു റോഡ്. അത് ആലോചിച്ച് നോക്കണം. ഇന്ത്യ മുഴുവൻ ഞാൻ പല സ്ഥലത്ത് പോയി. ഞാൻ ഇന്ത്യക്ക് കേരളത്തിന് വെളിയിലുള്ള പല സ്റ്റേറ്റിലും ഞാൻ കാറിൽ യാത്ര ചെയ്തു. നോർത്തിൽ വരെ പോയി. അവിടെയൊക്കെ എന്നോ തീർന്നു കഴിഞ്ഞ റോഡ്. നമുക്ക് അറിയുപോലും ഇല്ല ഒരു ഹൈവേയിലാണ് പോകുന്നത്. എക്സ്പ്രസ് ഹൈവേയിൽ വരെയൊക്കെ യാത്ര ചെയ്തു. പക്ഷെ ഇവിടെ ഇപ്പോഴും നമ്മൾ കണ്ടില്ല. ഇവിടെ കല്ലില്ല പണ്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കിടന്ന് കഷ്ടപ്പെടുകയാണ്. അത് ആരുടെങ്കിലും പ്രത്യേക കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയില്ല. സാധനം കിട്ടാത്തതുകൊണ്ടാണ്, കല്ലില്ലാത്തതുകൊണ്ടാണ്, മണ്ണില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ തലവിധി അതാണ്. ആരുടെ കുഴപ്പമാണെങ്കിലും അല്ലെങ്കിലും വിധി നമുക്കാണ്. നമ്മളിപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ എനിക്ക് രസമായിട്ട് തോന്നിയൊരു സാധനം, ഈ നന്ദു എന്ന് പറയുന്നൊരു ഫിലിം ആക്ടർ മലയാളികൾക്ക് മുഴുവൻ അറിയാം. അത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ ഞാൻ മാഷെ കണ്ടിട്ടുള്ള പല സാധനങ്ങൾ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ഥലത്തേക്ക്, ഈ ഫ്ലഡിൻ്റെ സമയത്ത് വുമൻസ് കോളേജിൽ ഒരു ഗോഡൗൺ പോലെ ഉണ്ടാക്കി അവിടുന്ന് സാധനങ്ങൾ സോർട്ട് ചെയ്ത് ഷിപ്പ് ചെയ്ത് മറ്റേ ലോറിയിൽ കയറ്റി അയക്കുന്നൊരു വലിയ സംരംഭം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ അവിടുന്ന് റിപ്പോർട്ടിങ്ങിന് വന്ന സമയത്ത് കുറേ സമയം അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലോറി ഡ്രൈവർമാരായിട്ട് അത് സോർട്ട് ചെയ്യാനും അയക്കാനും. അപ്പൊ ഇത് ഈ ഒരു വശം ഉണ്ടല്ലോ, ഇതൊന്ന് പറയാമോ? ഇത് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും അതൊക്കെ പറയണമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യണു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അന്ന് ഞാൻ നിങ്ങളുടെ തോന്നോ? ഇല്ലല്ലോ, ഇല്ല. ഞാൻ അന്നും ഒരു സിനിമ കാണാൻ തന്നെയല്ലേ. എനിക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വിടുന്നു. നിങ്ങളത് പറഞ്ഞ് നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതി വിട്ടാൽ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമേ ഉള്ള ആളല്ല. ഞാൻ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സൈഡിൽ കൂടെ മാറിപ്പോകും. എനിക്ക് പബ്ലിസിറ്റിക്ക് താല്പര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ താല്പര്യങ്ങൾ എങ്ങനെയാ വരുന്നത്? ഇത് ഈ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു അല്ല അങ്ങനെ സോഷ്യൽ കാര്യത്തിൽ അങ്ങനെ ഇടപെടും, ചെറിയ രീതിയിലൊക്കെ ഇടപെടുമൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ അതൊരു ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രധാന റീസൺ ഞാൻ പണ്ട് എപ്പോഴോ ഒരിക്കൽ അത് ആരാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എവിടെയോ ഒരു 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 ആരോ പറയുന്നത് കേൾക്കുകയോ അത് ബുക്കിൽ വായിക്കുകയോ ചെയ്തു. ഇപ്പോഴല്ല, കുറേ വർഷത്തിന് മുമ്പാണ്. അതായത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ യു ആർ ബൗണ്ട് ടു ബി എന്താ പറയുക, ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിൽ യു ആർ സപ്പോസ് ടു വർക്ക് ഫോർ ദ പബ്ലിക് കോസ് എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ശരിക്കും ഈ പബ്ലിക്ക് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പബ്ലിക്ക് സിനിമ കാണുന്നത് കൊണ്ട് അത് ആ സിനിമ ഇറ്റ്സ് എ ചെയിൻ റിയാക്ഷൻ. അത് ആ പ്രൊഡ്യൂസർ കാശ് കിട്ടുന്നു, ആ പ്രൊഡ്യൂസർ വീണ്ടും പടം എടുക്കുന്നു, അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരെ അഭിനയിക്കാൻ വിളിക്കുന്നു. അപ്പം ഇതെവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? ജനത്തിൻ്റെ ആണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ജനത്തിൻ്റെ മുഖം വേണം നോക്കാൻ. കാര്യം ഈ ജനം ഒരു പ്രാവശ്യം കൂവിയാൽ പിന്നെ ഞാൻ കാണൂല, ഞാൻ സിനിമയിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു അവരുടെ ഒരു ഇതിലിരിക്കുമ്പം എൻ്റെ മോറൽ കമ്മിറ്റ്മെൻ്റാണ് ആ ജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. ഇത് പണ്ട് ആരോ ഇത് വളരെ ഇതായിട്ട് പറയുമ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര രസമാണ്. ഇത് അതായത് മാഷിന് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടെന്നുള്ളത് ഈ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്. ഇപ്പം ആദ്യകാലത്ത് വന്നിട്ടുള്ള തമാശ പടങ്ങൾ, അവിടെ നിന്ന് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇമേജ് അല്ലല്ലോ കിട്ടുന്നത്.
അപ്പൊ ഇത് അല്ല, അത് നമ്മൾ സിനിമ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പല കാര്യങ്ങളും നമ്മൾ ഇൻവോൾവ് ആണ്. പക്ഷെ അതിലൊന്നും ഞാൻ അതൊന്നും ഒരു പബ്ലിസിറ്റിക്ക് പോകില്ല. പക്ഷെ എന്തൊക്കെ ഇൻവോൾവ് ആവുന്ന കാര്യങ്ങളുടെ നേച്ചർ എന്തൊക്കെയാ? തിരുവനന്തപുരംകാരെന്നുള്ളൊരു ഐഡന്റിറ്റി ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണല്ലോ. ഞാനൊരു തിരുവനന്തപുരംകാരനാണെന്നുള്ളൊരു അഭിമാനം കൊള്ളുന്നൊരു ഒരാളാണോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് അങ്ങനെ തിരുവനന്തപുരംകാരെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിനേക്കാളും നല്ല സ്ഥലങ്ങൾ എത്രയോ ലോകത്തുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നുകൊണ്ട് എൻ്റെ നാട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ വിട്ടു പോകാനും താല്പര്യമില്ല. ഒരുപാട് പേര് വെച്ചു സിനിമ കംപ്ലീറ്റ് എറണാകുളത്തല്ലേ, അങ്ങോട്ട് മാറിക്കൂടെ? എന്തിന്? 2.5 മണിക്കൂർ മതി. വന്ദേ ഭാരതിൽ കയറി ഇരുന്നാൽ 2.5 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്താം. അരമണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റ് വേണമെങ്കിലും പോവാം. 2 ഫ്ലൈറ്റ് ഉണ്ട്, ഒരു 50 ട്രെയിൻ ഉണ്ട്. ഇപ്പൊ ചെറുപ്പക്കാരെല്ലാം കേരളം വിടുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അല്ല, അതൊക്കെ അതിനകത്തൊക്കെ കുറെ സത്യവുമുണ്ട്, കുറെ പൊളിറ്റിക്കലി ബൂസ്റ്റ് ചെയ്ത് കയറ്റുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാർ പോകുന്നത് അവരവരുടെ ഇഷ്ടമല്ലേ. ഇപ്പം എത്രയോ ആൾക്കാർ ഇപ്പോഴും പരീക്ഷ എഴുതുകയും ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേര് വന്നു, എത്രയോ ആൾക്കാരെ പരിചയമില്ലേ, ടെക്നോ പാർക്കിൽ അവിടെയൊക്കെ പരിചയമില്ലേ. അവനൊരു ജോലിയുണ്ട്, എൻ്റെ മോൻ അല്ലെങ്കിൽ ഒരു കസിൻ ഉണ്ട്, എൻ്റെ നെവിയുണ്ട്, നീസുണ്ട്, ഒരു ജോലി. അവരൊക്കെ വന്നെന്നാ പറയണ്ടേ, എനിക്ക് ഗൾഫിൽ ജോലി വാങ്ങിച്ചാൽ അവിടെ വാങ്ങിച്ചാൽ. അപ്പോൾ ഇവിടെ ഇപ്പോഴും ജോലിയുണ്ട് ആൾക്കാർ. ജോലിയുണ്ടല്ലേ പല സ്ഥാപനങ്ങളും ഓടണത്. അപ്പോൾ ആളുകൾ വർക്കുകയാണ്. പിന്നെ കൂടുതലായിട്ട് പഠിച്ച് കൂടുതൽ ശമ്പളം വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹത്തോടെ നടക്കുന്നവർ ഡെഫിനറ്റ് ആയിട്ട് പോകും. പക്ഷെ യുവർ ജനറേഷൻ ഈ നാടുമായിട്ടുള്ളൊരു ബന്ധം കുറേയും കൂടി കീപ്പ് ചെയ്യുന്ന ജനറേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഈ നാടുമായിട്ട് ബന്ധമില്ലാതെ ഇരിക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. എൻ്റെ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയൻ, അദ്ദേഹം ഡോക്ടറാണ്, അമേരിക്കയിലാണ്. അദ്ദേഹം 67 അമേരിക്ക പോയതാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം അപ്പൊ എൻ്റെ കുഞ്ഞമ്മയും വല്യമ്മയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം, ഞാൻ ജനിച്ചിട്ടില്ല അന്ന്, ഇദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഇദ്ദേഹം പറയുമായിരുന്നു, ഞാൻ വലുതായ ഞാൻ അമേരിക്ക പോകും, എനിക്ക് വാശിയാണെങ്കിൽ അമേരിക്ക പോകും, ഞാൻ മദാമെ കെട്ടും എന്ന്. അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം അമേരിക്ക പോയി മദാമെ കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിലാണ്, ലോസ് ഏഞ്ചൽസിലാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നു. അപ്പം അന്ന് പോയില്ല. അപ്പൊ അന്ന് ഇവിടെ എന്താ ഡോക്ടറാവാൻ പറ്റാത്തതുണ്ടോ? അപ്പോൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് തോന്നിയപ്പോൾ എനിക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 1984 എനിക്ക് അതിൻ്റെ സ്പോൺസർഷിപ്പിൻ്റെ പേപ്പറൊക്കെ കൊണ്ടുവന്ന് സൈൻ ചെയ്ത് എല്ലാ ആഴ്ച നീ എനിക്ക് കൊറിയർ ചെയ്യുമെന്ന് പറഞ്ഞാണ്. പുള്ളിക്കാരൻ പേപ്പർ ഞാൻ വലിച്ചെറു ദൂരെ കളഞ്ഞു. കാര്യം എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒരു കാരണവശാലും ഇന്ത്യ വിട്ടു പോകാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെ സ്വഭാവം എനിക്ക് ഇവിടെ നിൽക്കണം എന്നാണ്. എനിക്ക് സുഖമായിട്ട് പോയി. ഞാൻ 84 പോയത് ഇപ്പം എത്ര കൊല്ലമായതിനെ? 42 കൊല്ലം ആവില്ലായിരുന്നു. ഈ നാട്ടിൽ നമ്മൾ നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നാടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നിർത്തുന്ന സുഹൃത്തുക്കൾ അങ്ങനത്തെ? അല്ല, ഞാൻ അതിനൊക്കെ അതെന്താണെന്നറിയില്ല. അതൊരു ഈ പറഞ്ഞ പോലെ ശരിക്കും ആൾക്കാരുടെ ഒരു ഇതാണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ അവിടെ ചെന്ന്, നമ്മളിപ്പോൾ ആ രാജ്യങ്ങളിലെല്ലാം നമ്മൾ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെടുന്നവരൊക്കെ വളരെ ചെറിയ രീതിയിലും വളരെ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ പോയിട്ട് ഭയങ്കര കാശുകാരായിട്ട് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ കൂടെ ഇരുന്ന് 2-3 സ്മോൾ അടിച്ച് കഴിയുമ്പോൾ ഉള്ള സത്യാവസ്ഥ വെളി വരും. കാര്യം മനസ്സുകൊണ്ട് അവർക്കൊന്നും തൃപ്തിയില്ല. കാശുണ്ട്, വീടുണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുമ്പം നമുക്ക് നാട് നഷ്ടപ്പെടുന്നു, നമുക്കില്ല. നമുക്ക് ഇവിടെ ഇപ്പം നിങ്ങൾ ഇപ്പം ഇവിടെ വന്നു എൻ്റെ അടുത്ത് എപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം വേണമെന്ന്? എൻ്റെ അടുത്ത് ഇന്നലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ചെയ്യാൻ തോന്നുന്നു. ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഈ സ്ഥലം വേണോ വേറെ സ്ഥലം വേണോ? നമ്മൾ 10 മിനിറ്റ്, എനിക്ക് വൈകിട്ട് കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് അന്വേഷിച്ച് പോകും, വേറെ എവിടെ ഇരിക്കും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ. നിങ്ങൾ ഇതേ സാധനം നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ നിങ്ങൾ ഒരു 6 മാസം മുമ്പ് എൻ്റെ അടുത്ത് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് അയക്കണം. അപ്പൊ ഞാൻ ആലോചിക്കും എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഇതൊക്കെ അതാണ് വ്യത്യാസം. അവിടെ ഒരു ഡോക്ടറെ കാണാക്കൂല്ലോ അമേരിക്ക പോയാൽ. നിങ്ങൾക്ക് ഒരു അസുഖം നിങ്ങൾ ഡോക്ടർക്ക് പോയാൽ നിങ്ങൾ കാണാക്കൂല. പൃഥ്വിരാജ് പറഞ്ഞാണ് കൈ മുറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇയാൾക്ക് കൈ എന്തോ മുറിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ കയറ്റിൽ 8 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പം ഇതൊക്കെയാണ് ഈ നാടുവാദാണ്. അപ്പം നമ്മൾ പിന്നെ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് വരുന്നു, അവിടെ ഇത് വരുന്നു, ഒരുപാട് കമ്പനികൾ വരുന്നു. ശരിയാണ്, അവിടെ എക്കണോമിക്കലി ഒരുപാട് ഡെവലപ്ഡ് ആയ ഒരുപാട് സ്റ്റേറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ അവിടെ വരണില്ല. കറപ്ഷൻ ഇവിടെ കറപ്റ്റരാണെന്ന് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൂവർ ഇസ് റൂളിങ്, ഞാൻ പറയുന്നത് LDF UDF എന്നുള്ള ഇതിലല്ല. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ നാടിന്റെ വെളിവശം കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പം നമ്മുടെ നാട് തന്നെയാണ് വേദം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കറപ്ഷൻ എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയിലില്ലേ കറപ്ഷൻ? ഭീകര കറപ്ഷൻ ഉണ്ട് അവിടെയൊക്കെ. എല്ലാ സ്ഥലത്തും എവിടെ പോയാലും കറപ്ഷൻ ഉണ്ട്.
ഒരു കറപ്ഷനും ഇല്ലാത്ത ആർമികളെ വരെ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പോയി കറപ്റ്റഡ് ആക്കി. അത് കാര്യം അവിടെയും കറപ്ഷൻ ഉണ്ട്. അപ്പം അതിന്റെ തോത് നമ്മുടെ സ്റ്റേറ്റ് വിട്ട് വെളിയിൽ പോയാലുണ്ടല്ലോ, അത് എന്തെങ്കിലും ചെന്ന് പെടുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ, വളരെ കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ ഭേദം ഇവിടുത്തെ ആൾക്കാർ 100 രൂപ വാങ്ങിക്കുന്നത്, അവിടെ ഈ 100ന്റെ സ്ഥാനത്ത് 1 ലക്ഷമാണ് വാങ്ങിക്കുന്നത്. പല സ്ഥലത്തും വളരെ കൂടുതലാണ്. അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ നാട് ഭേദം തന്നെയാണ്. പിന്നെ നമുക്കറിയാവുന്ന ഭാഷ, നമുക്കറിയാവുന്ന സുഹൃത്ത്. ഞാൻ ഈ തിരുവനന്തപുരം വിട്ടു പോകാത്ത എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെയാണ്, എൻ്റെ സ്വന്തക്കാർ ഇവിടെയാണ്. എല്ലായിടത്തും സ്വന്തക്കാരൊക്കെ പലയിടത്തും കാണും. പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലം, പിന്നെ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന്, അതാണ് നേരത്തെ പറഞ്ഞു, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അവിടെ തന്നെ അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആണല്ലോ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാം. അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. ഈ നേരത്തെ മറ്റേ ഈ സോഷ്യൽ അസോസിയേഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഒരു ഫ്ലഡിന്റെ ഒക്കെ ഒരു ഉദാഹരണം എടുത്തുപോലെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? സുഹൃത്തുക്കൾ വഴിയാണോ അതോ? അല്ല, അത് ഞാൻ ശ്രീമൂലം ക്ലബ്ബിലാണ് ഇത് ആദ്യം തുടങ്ങിയത്. ശ്രീമൂലം ക്ലബ്ബിൽ അന്ന് സെക്രട്ടറി ബാലൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ്. ബാലൻ എന്ന് പറഞ്ഞാൽ ബാലൻ ഈസ് എ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ പ്രിൻസിപ്പൽ CCF ഒക്കെ ആയിരുന്നു മാധവൻ സാർ. അപ്പം അദ്ദേഹത്തിന്റെ മകനാണ്. ഇദ്ദേഹം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഇവിടെ മാത്രമല്ല, ഇദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് ഫോട്ടോ എടുക്കുന്ന ആളാണ്. അപ്പം ബാലന്റെ അദ്ദേഹത്തിന്റെ, ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നത്, എന്നെക്കാളും സീനിയറാണ്, 2 വർഷം സീനിയറാണ്. മോഡൽ സ്കൂളിൽ തന്നെ പഠിച്ചത്. TK രാജീവ് കുമാറിന്റെ സെയിം ക്ലാസ്. അപ്പൊ ഈ ബാലണ്ണനാണ് അന്ന് ഈ ഇനിഷ്യേറ്റീവ് എടുത്തത്. നമുക്ക് ഇങ്ങനെ നോക്ക് നമ്മുടെ ക്ലബിൽ. അപ്പൊ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു നമ്മുടെ ക്ലബിൽ തന്നെ ഉള്ള വേറെ 2-3 പേര്. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ക്ലബിൽ ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മളെ ഈ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ റിലീഫ് ക്യാമ്പ് എന്ന് പറയാമല്ലോ. റിലീഫ് ക്യാമ്പിലെ ആൾക്കാർ താമസിക്കാനാണ് ഈ റിലീഫ് ഐറ്റംസ് വന്നിട്ട് നമ്മളത്, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ തുടങ്ങി. അപ്പൊ ക്ലബിൽ പിന്നെ അത് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ഒന്നാമത്തെ കാര്യം, ക്ലബിൽ വേറെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ തൽക്കാലത്തെ 2 ദിവസം അവിടെ വച്ചിട്ട് നമ്മൾ പിന്നെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ വിമൻസ് കോളേജ് പ്രിൻസിപ്പൾ പെർമിഷൻ തന്നു. അത് വലിയൊരു ഓപ്പറേഷനായി. അപ്പൊ അത് വലിയ രീതിയിലാക്കി. പിന്നെ വേറെ ആൾക്കാർ, സുരേഷ് കുമാർ അവരൊക്കെ വേറെ സ്ഥലത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആൾക്കാർ വേറെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അതുപോലെ തന്നെ നമ്മളും പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത്, അന്ന് നമ്മുടെ കളക്ടറും പിന്നെ നമ്മുടെ ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് സഹായം കിട്ടും. അവരെല്ലാം വരിക, അവരൊക്കെ കൂടെ നിന്ന് അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സന്തോഷം തന്നെ, അന്ന് നമ്മുടെ സമാന മനസ്കരായ ഒരുപാട് ചെറുപ്പക്കാര്, അതെ, യുവജനങ്ങൾ, ചെറുപ്പക്കാർ, വളരെ കോളേജിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളുണ്ടോ എന്ന് പോലും സംശയമുണ്ട് എനിക്ക്. അവരെന്നിട്ട് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇന്നും ഉണ്ട്. അപ്പൊ ഇതുപോലൊരു അവസ്ഥ വരെയാണെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് ഇറങ്ങും വീണ്ടും. അതിനകത്തുള്ള ചില ആൾക്കാരൊക്കെ ഇപ്പോഴും കാണാറുണ്ട്, ഇപ്പോഴും നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ എനി ടൈം റെഡിയാണ്. ഈ മറ്റേ MDRF എന്ന് പറഞ്ഞല്ലേ, NDRF, അതുപോലെ തന്നെ ഇവര് റെഡിയാണ്. ഇവര് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ ചാടി ഇറക്കാൻ റെഡിയാണ്. ഇതിപ്പോ ഈ ഇലക്ഷന്റെ കാലത്ത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മാസം ഇലക്ഷൻ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ചായ്വ് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പാർട്ടി ചായ്വ്? എനിക്ക് എല്ലാ പാർട്ടികളിലും വളരെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. കുറെ ആൾക്കാർ പഠിച്ച അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അല്ല കൂടെ പഠിച്ചതല്ല, കൂടെ പഠിച്ചതും പഠിക്കാത്തതുമായിട്ടുള്ള, കൂടെ പഠിച്ചവരാരും ഇല്ല. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ലീഡറിന്റെ മകൻ മുരളീധരൻ, K മുരളീധരൻ, അദ്ദേഹം എൻ്റെ 4 കൊല്ലം സീനിയറാണ്. അപ്പൊ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ അദ്ദേഹം, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ അദ്ദേഹം ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. അപ്പൊ അന്ന് മുതലേ പരിചയമുണ്ട്. ഞങ്ങൾ അടുത്തടുത്ത ക്ലാസ്സുമാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ സ്ഥിരമായിട്ട് കാണാം. അദ്ദേഹം വളരെ സംസാരിക്കാതെ, ആരോടും ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അതിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അദ്ദേഹം ഫുൾ വാചാലനായി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും നന്നായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു. ഈ മനുഷ്യന് നാക്കും പല്ലും വായും ഒക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് എനിക്ക്. കാര്യം അത്രയൊക്കെ സംസാരിക്കുള്ളൂ, ഒന്നും മിണ്ടൂല, ഇങ്ങനെ ഇരിക്കും. അതെ. അപ്പം അപ്പൊ അദ്ദേഹം ആ സ്നേഹബന്ധം അന്നുള്ള അതേപോലെ തന്നെ സ്നേഹം ഇന്നും. അപ്പൊ ഇതുപോലെ എല്ലാ ആൾക്കാരുമായിട്ട് സ്നേഹബന്ധമുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലും തൊട്ട് ഒരു പാർട്ടിയുടെ ആളെന്നൊന്നും പറഞ്ഞ് ഞാൻ നിൽക്കാറില്ല. എല്ലാ ആൾക്കാരും ഒന്നുമില്ല. അന്ന് സമരത്തിന് എല്ലാവരും വിളിച്ചാലും പോകും. SFI വിളിച്ചാലും പോകും, KSC വിളിച്ചാലും പോകും. പിന്നെ വേറെ KSC എന്ന് പറഞ്ഞ KSC ഉണ്ടായിരുന്നു. യുണൈറ്റഡ് ഫ്രണ്ട് എന്നുള്ള വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസും SFIയും കൂടെ ചേർന്നിട്ട് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ കൂടെ അതിൻ്റെ കൂടെയും പോകും. ചുമരെഴുതാനും എൻ്റെ റോഡിൽ വരയ്ക്കാൻ. എനിക്കങ്ങനൊന്നുമില്ല. അയാൾ വിളിച്ചത്, നിങ്ങൾ വിളിച്ചാലും വരും, അങ്ങനെ വിളിച്ചാലും വരും, ഇയാൾ വിളിച്ചാലും നമ്മൾ പോകും. അന്നത്തെ കുറെ സീനിയേഴ്സും ബാറ്റ്സ്മാൻസും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിലും കുറെ ഉണ്ട്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ് VV രാജേഷ്, മാർവാൻസി പഠിച്ചതാണ്. വളരെ ജൂനിയറാണ്. അപ്പം അദ്ദേഹം മാർവാൻസി പഠിച്ചതാണ്. അപ്പം മാർവാൻസി പഠിച്ചതിൻ്റെ കുറെ ആൾക്കാരുണ്ട് രാഷ്ട്രീയത്തിൽ, കുറെ ആൾക്കാരുണ്ട്. അപ്പം അതിനകത്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇത് ഈ
രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും സാധനങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഞാൻ പോവാറില്ല. എന്നെ വിളിക്കും, ചർച്ചയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ ഒന്നിനും പോവില്ല. എനിക്ക് അല്ല അങ്ങനെ ആരെ പറ്റി മോശമായിട്ട് പറയുക അങ്ങനെ അന്ന് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അല്ല ഇത് മോശമായിട്ടുള്ള അഭിപ്രായം കാണും പലരെ പറ്റി. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഇരിക്കുള്ളൂ, ഞാൻ വിളി വിടൂല്ല. അവരോട് കാണിക്കുകയില്ല, ആ വ്യക്തികളോട് കാണിക്കുകയില്ല. മീഡിയ ചർച്ചേനേക്കാളും തിരുവനന്തപുരത്ത് ഈ പറയുന്ന ചായക്കട ചർച്ചകൾ നമ്മൾ സുഹൃത്തുക്കൾ ഇരിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാറ് അതൊക്കെ ചെയ്യും. നമ്മൾ എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളായിട്ട് ചർച്ച ചെയ്യും. എന്താണ് ഒരു പൾസ്, എന്താണ് ഇലക്ഷൻ്റെ? അത് ഇത്തവണത്തെ ഇലക്ഷൻ എന്താ പറയണത്, അതൊരു നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തോന്നുന്നു. അല്ല, ഇപ്പോഴത്തെ ഒരു ഈ കുറേ ആൾക്കാരുടെ ഈ ഒരു പറച്ചിൽ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും തോന്നുന്നത് UDF മേൽക്കൈ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മറ്റുള്ള ചില ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ, LDF മേൽക്കൈ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പം ഇത് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ. അത് അങ്ങനത്തെ ഒരു പ്രഡിക്ഷന് പറ്റുന്ന ആളെ അല്ല ഞാൻ. പക്ഷെ ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യും. എല്ലാ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ അതൊക്കെ ഞാൻ വാച്ച് ചെയ്യും. പക്ഷെ അതിനകത്തൊന്നും പറയാക്കില്ല. ഇപ്പം വട്ടിയൂർക്കാവിൽ തന്നെ ഇപ്പം 3 പേര് വന്നു. ഇപ്പം മുരളീധരനുണ്ട്, പിന്നെ VK പ്രശാന്ത് ഉണ്ട്, പിന്നെ ശ്രീലേഖയുണ്ട്. ഇവർ 3 പേരാണ് അവിടെ നിൽക്കുന്നത്. ഈ മുരളീധരൻ അവിടെ ജയിച്ച ആളാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ്. VK പ്രശാന്ത് പക്ഷെ ഇപ്പൊ അവിടെ നിന്നിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ അവിടെ ഈ BJP വോട്ട് ഒരുപാടുള്ളതുകൊണ്ട് ശ്രീലേഖ മാഡത്തിന് അവിടെ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ ആര് ജയിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണം, ആര് ജയിക്കും? ഒരു കൃത്യമായിട്ട് പറയാം. നിയമം ഇതേപോലെ അല്ല, അതാ പറഞ്ഞ. അപ്പൊ എല്ലാ സ്ഥലങ്ങൾക്കും അങ്ങനത്തെ. പക്ഷെ ഈ കഴിഞ്ഞ ഇപ്പൊ ഈ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ കഴിഞ്ഞ ഇലക്ഷനുകളും ഈ ഇലക്ഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുന്നത് കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണല്ലോ. ഈ ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്? കഴിഞ്ഞ മുമ്പത്തെ ഈ ഇലക്ഷന് കുറച്ചുകൂടെ UDF മേൽക്കൈ ഉള്ളതായിട്ടാണ് കഴിഞ്ഞ കുറച്ചുകളായിട്ട് കണ്ടത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അവർ ജയിക്കും 100 സീറ്റിക്കുള്ളിൽ കിട്ടും, ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം അവരങ്ങനെ കിട്ടണമെന്നോ ജയിക്കണമെന്നോ ഒന്നും ഇല്ല. കാര്യം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു BJPയുടെ ഒരു ഇതുപോലെ ഇരിക്കുന്നു തോന്നുന്നു. BJPക്ക് ഇപ്പം 1 സീറ്റോ 2 സീറ്റോ കിട്ടുമെന്നാണ് പറയുന്നത്. അത് 10 സീറ്റിക്കുള്ളിൽ കിട്ടുന്ന ഒരവസ്ഥ കിട്ടുമെന്ന് എനിക്കറിയില്ല. അഥവാ കിട്ടിയാൽ നമ്മളെപ്പോഴും ഒരു ചാൻസ് ആണ് പറയണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇക്വേഷൻ മാറൂലേ ഇവരുടെ? അപ്പൊ അത് ആരുടെ വോട്ട് പോവും, അത് ആർക്ക് ഗുണം ചെയ്യും? ഇതൊക്കെ ഇങ്ങനത്തെ കുറെ കാര്യമുണ്ട്. ഇതൊന്നും വിശകലനം ചെയ്യാനുള്ള ഞാൻ ആരുമില്ല. ഞാൻ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒക്കെ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഞാൻ ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിന്റെ. ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അദ്ദേഹത്തിന്റെ ഈ ആരെയും കൂസാത്ത ഈ വാചകടി ഉണ്ടല്ലോ, അത് ഇങ്ങനെ കേട്ട് ഞാൻ കുറെ ഇരുന്ന് ചിരിക്കും. ഇദ്ദേഹത്തിന്റെ ഈ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഇതിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അദ്ദേഹം പറയണ കേൾക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത്. അത് ശരിയാണ്, അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് നമുക്ക് തോന്നാതാണ്. അപ്പോൾ ഈ BJP തന്നെ തിരുവനന്തപുരം ഭയങ്കരമായിട്ടൊരു ഫോക്കസ് കൊടുക്കുന്ന പോലെയാണ് മീഡിയയിലെല്ലാം അവർ പറയുന്നത്. അപ്പം അത് പക്ഷേ എത്രത്തോളം വോട്ടായിട്ട് മാറുമെന്നോ അവർക്ക് ജയിക്കാൻ പറ്റും. ഇപ്പോൾ നിയമം എടുത്ത് നോക്കിയാൽ അവർ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണെന്ന് പറയുന്നത്. പക്ഷെ നിയമം ശിവൻകുട്ടി മത്സരിക്കുകയാണെങ്കിൽ വളരെ ടൈറ്റ് ആവുമെന്നും പറയുന്നു. പക്ഷെ മാഷ് എന്ത് തോന്നുന്നു, ഒരു കഴിഞ്ഞ 10 വർഷത്തിലെ അത് ഒന്നാമത്തെ കാര്യം BJPക്ക് ഒരു അക്സെപ്റ്റൻസ് ഇല്ല. ഇപ്പൊ നിയമത്ത് തന്നെ ഇപ്പൊ O രാജഗോപാൽ സാർ ജയിച്ചു. ഈ O രാജഗോപാൽ സാർ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അവിടെയുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം അവിടെയാണ്, അദ്ദേഹത്തിന്റെ തറവാട്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അവിടെയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അപ്പൊ ഞാൻ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ പേരും ഞാൻ പറയില്ല, കാര്യം അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടില്ലെങ്കിലും. അപ്പൊ നമ്മളൊരു അടുത്ത സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അകല ഇടത് ചായവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരും ഒക്കെ അങ്ങനെ കുറച്ച് ചായവുള്ള ആൾക്കാർ. അദ്ദേഹം എൻ്റെ അടുത്ത് അന്ന് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത്തവണ രാജഗോപാൽ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെയാന്ന് ചോദിച്ചു. പാവം വയസ്സും പ്രായമൊക്കെയല്ലേ, ഇദ്ദേഹത്തിന് ഇത്തവണ ജയിപ്പിക്കാനുള്ള പരിപാടിയുണ്ട്. കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് അദ്ദേഹം ഇങ്ങനെ ജയത്തിൻ്റെ അടുത്തെത്തും തോക്കും. അതുകൊണ്ട് ഇത്തവണ നമ്മളെല്ലാം തീരുമാനിച്ചിരിക്കണം പുള്ളിക്കാരനെ ജയിപ്പിക്കും. ആ വർഷം അദ്ദേഹം ജയിച്ച് MLA ആയി. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അതേ ആള് അതിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ തോക്കും കേട്ടോ. അപ്പം ഞാൻ ചതെന്ത് അങ്ങനെ ഒന്നും ചെയ്തില്ല അവിടെ. ഈ വ്യക്തി തന്നെ പറഞ്ഞു ഒന്നും ചെയ്തില്ല, പിന്നെ അങ്ങനെ വോട്ട് ചെയ്യും, ചുമ്മാ അതൊക്കെ വെറും വേസ്റ്റ്, ഒന്നും കൊള്ളൂല്ല എന്ന് പറഞ്ഞിട്ട് ഇതേ വ്യക്തി പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല കാരണങ്ങൾ, പല കാരണങ്ങളാണ്. നിൽക്കുന്ന വ്യക്തി ആര്, അവിടുത്തെ വോട്ടർമാർ എത്ര പേര് ഇതിന് താല്പര്യമുള്ള ആ പാർട്ടിയോട്, പ്രത്യേക ഏതെങ്കിലും ഒരു പാർട്ടിയോട്, ഏത് പാർട്ടിയോടാണോ ആ പാർട്ടിയോട് എത്രമാത്രം. ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് എന്നെ വോട്ട് കൊടുക്കണം നിർബന്ധമുണ്ടോ?
ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാരൻ, നിങ്ങൾ ഇലക്ഷൻ നിൽക്കുകയാണ്, നിങ്ങൾ എൻ്റെ സുഹൃത്താണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് ആയിട്ട് വോട്ട് കൊടുക്കുമോ അതോ നിങ്ങൾക്ക് വോട്ട് തരുമോ? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാൻ, നിങ്ങൾക്കല്ലേ വോട്ട് തരുള്ളൂ? അതെന്താണ്? കാര്യം എൻ്റെ സുഹൃത്താണ്, സുഹൃത്ത് ബന്ധത്തിന് വില തരുന്ന ആളാണ്. പക്ഷെ സുഹൃത്ത് ബന്ധത്തിന് വിലയില്ല, സുഹൃത്ത് ബന്ധം അല്ല വലുത്, എനിക്ക് പാർട്ടിയാണ് വലുത് ചിന്തിക്കുന്നവർ പാർട്ടിക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓരോ ഘടകങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓരോ ഘടകങ്ങളാണ്. നിൽക്കുന്നത് ആര്, ആ നിൽക്കുന്ന സമയത്തെ ട്രെൻഡ് എന്താണ്, ഇതെല്ലാം ബാധകമാണ്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ആടി ആര് ജയിക്കും എവിടെ ജയിക്കും നമ്മൾ എങ്ങനെ പറയും? ബി ജെ പിയുടെ കേസ് മാത്രം എടുത്തു നോക്കിയാൽ ബി ജെ പിയുടെ ഈ പറയുന്ന ഒരു തിരുവനന്തപുരത്ത് ഒരു വളർച്ച, അതൊരു നമ്മൾ നമ്പേഴ്സ് എടുത്തു നോക്കിയാലും ഇപ്പോൾ അവർ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ ജയിച്ചെടുത്ത് നോക്കിയാലും അതിനൊരു ബേസിസ് ഉണ്ട്. ഇവിടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് തരാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അത് ആൾക്കാർക്ക് മറ്റ് രണ്ട് പാർട്ടികളെ മടുക്കുന്നതുകൊണ്ടാണോ, അത് ഇതിനകത്ത് കുറച്ചുകൂടി നേതാക്കൾ വരുന്നതുകൊണ്ടാണോ, പുതിയ പുതിയ ആൾക്കാർ അതൊക്കെ കാണും. നേതാക്കൾ വന്നതൊക്കെ റീസൺ കാണുമായിരിക്കും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതൊക്കെ ഒരു ഘടകമായിരിക്കാം. കാര്യം അങ്ങനെ ഒരാൾ വന്നിട്ട് സംസാരിക്കും. കാര്യം അങ്ങനെയാണല്ലോ എപ്പോഴും. എന്തുകൊണ്ടാണ് ശശി തരൂർ ജയിക്കുന്നത്? 20 കൊല്ലമായി അദ്ദേഹം ജയിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ സംസാരിക്കാനുള്ള കഴിവും, പല ഭാഷകൾ സംസാരിക്കുന്ന, ഏത് മാറ്ററിലും വിവരം അതിനെപ്പറ്റി അറിയാൻ ഒരു വിവരത്തോടു കൂടിയുള്ള ഒരു സംസാരമൊക്കെ അദ്ദേഹത്തിനോട് കൂടുതൽ സ്നേഹം തോന്നും ജനങ്ങൾക്ക്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഘടകമായിരിക്കാം. രാജീവ് ചന്ദ്രശേഖരന്റെ പേഴ്സണലായിട്ട് എപ്പോഴെങ്കിലും ഞാൻ കണ്ടിട്ട് പോലുമില്ല അദ്ദേഹത്തിന്. എന്താ ഒരു അഭിപ്രായം എന്ത് രാജീവിനെ പറ്റിയിട്ട്? അദ്ദേഹം എനിക്കറിയില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കഴിവുള്ള ഒരാളാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് എനിക്ക്. കാര്യം അതുകൊണ്ടാണല്ലോ കുറച്ച് മാറ്റം ഉണ്ടത്. ഒരുപക്ഷെ ഈ വിജയമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കിട്ടിയതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. അദ്ദേഹത്തിന്റെ ഒരു വരവ് കൂടെ അതിനകത്ത് ഒരു ഘടകമായിരിക്കാനാണ് സാധ്യത. അങ്ങനെ വരാൻ വഴിയുള്ളൂ. കാര്യം എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു മാറ്റം വരുമ്പോഴാണല്ലോ എല്ലാത്തിലും ഇതുണ്ടാവുന്നത്. ഈ ബി ജെ പി വളരുമ്പം പലർക്കും തോന്നുന്ന ഒരു പേടി എന്ന് പറയുന്നത് അതൊരു ഹിന്ദു മുസ്ലിം ഇതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അത് അങ്ങനെ ആക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഹിന്ദുക്കൾക്ക് എൻ്റെ ഒരു കണക്ക്, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയിട്ട് ഹിന്ദുക്കൾക്ക് ഒരിക്കലും മുസ്ലിങ്ങളല്ല എതിരാളികൾ. ഹിന്ദുക്കൾ തന്നെയാണ് എതിരാളികൾ. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്ര നാൾ കാണുന്ന മുഴുവൻ അങ്ങനെയല്ലേ. അല്ലാതെ ഒരു എപ്പോഴോ ഒരു കലാപം നടന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ മനസ്സിൻ്റെ കഴിഞ്ഞു. നമുക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല. എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുസ്ലിംസാണ്. എനിക്ക് എപ്പോഴും എപ്പോൾ വിളിച്ച് എന്താവശ്യം പറയാനും എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളാണ് കൂടുതലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ഇഫ്താർ പാർട്ടിക്കാണ്. ഞാൻ പോകുന്നത് ഇഫ്താറിനാണ് പോണത്. അപ്പം അതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫാണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അത് പറയുന്നത് നല്ലതാണ്. കാരണം ഈ എല്ലാ ജാതിയിലും എല്ലാ മതങ്ങളിലും കുറച്ച് പേര് ഫെനറ്റിക്സ് ആയിരിക്കും. എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുവിലും കാണും, ക്രിസ്ത്യാനിലും കാണും, സിഖിലും കാണും, മുസ്ലിമിലും കാണും, ജൈനിലും കാണും. സകല ജാതി മതസ്ഥരിലും ഒരു ചെറിയ ശതമാനം ഫെനറ്റിക്സ് ആയിരിക്കും. ഒരു ചെറിയ ശതമാനം വളരെ സോഷ്യലായിരിക്കും. വേറെ കുറെ ആൾക്കാർ അവരവരുടെ മതത്തിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നവരായിരിക്കും. അപ്പൊ എല്ലാത്തരം ആൾക്കാർ കാണും. ഈ ഒരു ഇതിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നം ഉണ്ടാവുന്നത്. അത് കുറച്ച് ആൾക്കാർ മാത്രം ഇത് പ്രശ്നം. എന്തുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം ലഹള വഴക്ക്, അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എപ്പോഴും? ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയണില്ല. ഇവിടെ ചാലയിൽ വലിയ കത്തിക്കലും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഞങ്ങളെ ഈ സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ അന്നും ഒരുമിച്ചാ ഇന്നും ഒരുമിച്ചാ, നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതിനു വേണ്ടി ഇതിനകത്തെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഒരു വലിയ പരിധി വരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മളെ കൺട്രോളിന് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗുണം കിട്ടുന്ന ആൾക്കാരും കാണും, ദോഷമാവുന്ന ആൾക്കാരും കാണും. അതായത് ഭാഷ പറയുന്ന ബി ജെ പിക്ക് ഇവിടെ അങ്ങനെ ഒരു ഇമേജ് ഇല്ല എന്നാണ്. ഒരു ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ഒരു ഇങ്ങനെ പോയി ബി ജെ പി അല്ലെങ്കിൽ RSS അങ്ങനെ പോയിട്ട് ഒരു കൊലപാതകം നടത്തിയതോ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് നടത്തിയതോ ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു തന്നെ എനിക്ക് ഒരു ഏതെങ്കിലും ഒരു ഈ കഴിഞ്ഞ 2017 ആ സമയത്തായിരിക്കണം ലാസ്റ്റ് ഇവിടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ വലിയൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തങ്ങളിൽ അടിച്ചു. ആര് തമ്മിൽ അടിയില്ലാത്തത്? KSUSFI പ്രവർത്തകർ തമ്മിൽ അടിക്കുന്നില്ലേ? അപ്പൊ അതിനെ പറ്റി പറയുന്നില്ല, ഇത് മാത്രം പറയണം. ഇപ്പൊ എല്ലാ അതാ പറഞ്ഞത്, ഈ നമ്മൾ ഏതോ ഒരു പോയിന്റിനെ മാത്രമായിട്ട് ഇങ്ങനെ ട്രേസ് പുറകെ പോണ എന്തിനാണ്? ഇത് ഭയങ്കര വ്യത്യാസമാണ്. അതായത് കുറച്ചു കാലം മുന്നേ വരെ കേരളത്തിൽ BJPക്ക് ഒന്നുമില്ലായിരുന്നു, ലിവിംഗ് റൂം ഒന്നുമില്ലായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ കോളേജ് പഠിക്കുമ്പോൾ കോളേജിൽ വന്നതിന് ശേഷം ABVP എന്ന് കേൾക്കണം. അപ്പൊ എന്തോന്നില്ല ABVP എന്ന് നമുക്കറിയില്ല ABVP എന്താന്ന്. അപ്പൊ അതിൽ നിന്ന് മാറി നമ്മള് സിനിമയിൽ വന്നതിന് ശേഷം പോലും
ഒരു BJP എന്നുള്ള ഒരു പാർട്ടിയെ പറ്റി കേട്ടിട്ട് പോലും നമ്മൾ ഒന്നാമത് ഞാൻ രാഷ്ട്രീയത്തിന്റെ പറയാൻ പോകാറില്ല. എനിക്ക് നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇത് അതിൽ കൂടുതൽ നമ്മൾ വേറെ കേൾക്കാറില്ല. പിന്നെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോഴാണ് ഘടകകക്ഷികൾ, മറ്റേത് RSP, ഇങ്ങനെ കുറേ പാർട്ടികൾ ഉള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കി വരണത്. അപ്പൊ പോലും നമ്മൾ ഈ BJPയുടെ ഒരു പ്രസക്തി എന്താണെന്നുള്ളത് നമുക്ക് അറിയുമല്ലോ. പിന്നീടാണ് വളരെ പതുക്കെ ഒരു 15 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. 15-20 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ലല്ലോ. അതിപ്പോ തന്നെ ഏതൊരു BJPയുടെ ഒരു വലിയ നേതാവ് പറഞ്ഞില്ലേ, പണ്ട് ഇലക്ഷൻ നിൽക്കാൻ ആളെ വേണ്ടിയിട്ട് വീടാന്തരം കയറി ഇറങ്ങി തപ്പിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പം നിൽക്കാൻ വേണ്ടി അടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് തന്നെയാണ് അവരുടെ ഒരു ചേഞ്ച് എന്നുള്ളത്. അത്രയും ആൾക്കാർ പബ്ലിക് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഭരിക്കുന്നത് BJP ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി അതിനോടുള്ള ഒരു ഇത് കാണും. അത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി അതിലോട്ട് മാറും. അതായത് നരേന്ദ്രമോദിയുടെ ഒരു അപ്പീല് തിരുവനന്തപുരം അല്ല, തിരുവനന്തപുരമല്ല, ഇന്ത്യയുടെ മൊത്തം പ്രധാനമന്ത്രിയല്ലേ. അങ്ങനെ അല്ലാതെ ഡൽഹിയിലെ പ്രധാനമന്ത്രി അല്ലേ, ഇന്ത്യയുടെ മൊത്തം പ്രധാനം. അപ്പൊ നമ്മളെല്ലാം കാണുകയല്ലേ. തിരുവനന്തപുരത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായതെന്ന് അവർ പറയുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത് തിരുവനന്തപുരത്ത് അവർക്ക് വളർച്ച ഉണ്ടാകുന്നതിൽ ഒരു കാരണം ഈ പറഞ്ഞ പോലെ അതെനിക്ക് തോന്നുന്നത് ഈ ഹിന്ദു പോപ്പുലേഷൻ കൂടുതലുള്ളതാണ്. പിന്നെ അതല്ലാതെ എത്രയോ ക്രിസ്ത്യൻ, എൻ്റെ സുഹൃത്തുക്കൾ എത്രയോ ക്രിസ്ത്യൻസ് ഉണ്ട്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് മൊത്തം BJPക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന്. ഇപ്പോഴല്ല, 4 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു. 4 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു. കോട്ടയത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, കോട്ടയത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് ആ ഫ്രണ്ടും അല്ല, അവര് ബിസിനസ്സുകാരാണ്. അവര് റബ്ബറും വലിയ ബിസിനസ് ചെയ്യണം. അപ്പൊ അവര് പറയുന്നത് അവർക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് കിട്ടുന്നത് മുഴുവൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്തുണ്ടെങ്കിലും ഞാൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ, ഞങ്ങളുടെ അന്നം അതാണ്. ഞങ്ങൾക്ക് പക്ഷെ ആ ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടും ഞാൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവർക്കേ വോട്ട് ചെയ്യുള്ളൂ എന്നിട്ട് പറഞ്ഞെന്ന് മാത്രമല്ല, അതിനകത്ത് എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞു, ചിലപ്പോൾ എൻ്റെ ഭാര്യ അടുത്ത ഇലക്ഷന് BJPയുടെ കാൻഡിഡേറ്റും ആവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിക്കാരത്തെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കേട്ട് സത്യം തന്നെയാന്ന് പറയാകൂല കേട്ടാ, ചിലപ്പോൾ നിൽക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതൊക്കെ ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആ ഒരു ഡ്യുവാലിറ്റിനെ അത് ബാധിക്കില്ല. അവരല്ലേ ഭരിക്കുന്നുള്ളൂ, വേറെ ആരും വന്നിട്ടില്ലല്ലോ. നാട്ടുകാർക്ക് അതിനോട് ഒരു നമുക്ക് കുറ്റം പറയാനായിട്ട് ആരെ പറയും? ഈ രണ്ടിലൊന്നിനല്ലേ പറയാകുള്ളൂ, അല്ലെങ്കിൽ ഈ രണ്ടിനെ ഒരുമിച്ച് പറയാം. വേറെ ആരെ പറയാം? ഇവിടെ വേറെ ആരും ഭരിച്ചില്ലല്ലോ. ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഭരിച്ച 2 പേരാണ്. അപ്പൊ അവരെയല്ലേ നമുക്ക് പറയാക്കുള്ളൂ. എന്തുകൊണ്ട് റോഡ് നന്നായില്ല, എന്തുകൊണ്ട് ഇവിടെ റോഡുകൾ പല റോഡ് ടാർ ചെയ്തു, കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പം നമുക്ക് അത് പക്ഷേ കേന്ദ്ര ഫണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് കറക്റ്റ് അറിയില്ല. ഈ സ്മാർട്ട് റോഡിനകത്ത് കുറെ കേന്ദ്ര ഫണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മുടെ ഈ തക്കാട് മുതൽ കവടിയാർ വരെ ഉഗ്ര റോഡായല്ലോ. അപ്പം അത് കേന്ദ്രമാണോ കേരളമാണോ എന്നുള്ളത് നമുക്ക് വാദമല്ല. നമുക്ക് നല്ല റോഡുണ്ടോ? അപ്പൊ അത് നല്ല റോഡാണ്. അപ്പൊ അതുപോലെ എന്തുകൊണ്ട് മറ്റുള്ള റോഡുകളും ഒക്കെ അതുപോലെ ആവുന്നില്ല? നമുക്ക് കാര്യം തന്നെ വണ്ടികളുടെ എണ്ണം കൂടിയില്ല. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം, നാളെ തൊട്ട് വണ്ടി വിൽക്കേണ്ട, ഉള്ള വണ്ടി കൊണ്ട് ആളെ ജീവിക്കട്ടെ നോക്കണം. ഇത് ഇത്രയും വണ്ടി ഇറങ്ങുന്നത് ഓരോ ദിവസം എത്ര വണ്ടി ഇറങ്ങണത്? 200, 300, 500 വണ്ടിയല്ലേ ഓരോ ദിവസവും, ഓരോ ആഴ്ചയിലൊക്കെ എത്ര വണ്ടി ഇറങ്ങുന്നത്? അത് കൊച്ചിയിലാണ് ആലോചിച്ച് നോക്കും, തിരുവനന്തപുരം വിടും, കൊച്ചി ആലോചിച്ച് നോക്കും. കൊച്ചിയിലൊക്കെ ചെന്നാൽ നമുക്ക് വട്ടായി പോലെ ട്രാഫിക്കിനിടെ ചെന്ന് ഒരിടത്തോട്ട് അനങ്ങാനും നോക്കില്ല, തിരിയാനും നോക്കില്ല. നമ്മളവിടെ ഷൂട്ടിങ്ങിനൊക്കെ ഒരുപാട് ഷൂട്ടിങ് അവിടെ നടക്കും. പക്ഷെ നമ്മൾ 1.5 മണിക്കൂർ നേരത്തെ പോകണം എവിടെയെങ്കിലും പോകണമെങ്കിൽ. നമുക്ക് അതുപോലെ എയർപോർട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ പ്ലെയിൻ കിട്ടും, ഇല്ലെങ്കിൽ അതിൻ്റെ പാട്ടിൽ പോകും. ഇല്ലെങ്കിൽ നമ്മൾ വേറെ കളമശ്ശേരി ചെന്ന് ചുറ്റി ഇടവഴി കൂടെ ഒക്കെ കയറിയൊക്കെ പോകണം, അല്ലെങ്കിൽ മറ്റേ ഇപ്പുറത്തൂടെ സീപോർട്ട് റോഡ് വഴി. ഇതിപ്പോ ആൾക്കാർ നോക്കുന്ന സമയത്ത് ഇത് ഈ 2 പാർട്ടികൾ ഭരിച്ചുകൊണ്ട് അവരെ കുറ്റം പറയാൻ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അവരോടൊരു മടുപ്പ് സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ട്. അത് BJPക്ക് ഉപകാരമാണ്. അതൊന്നും പറയാനില്ല. അതങ്ങനെ ഒരു ഗുണം ചെയ്യുമ്പോൾ ഗുണം കുറേയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഭരണത്തിൽ വരുമോ എന്നൊന്നും എനിക്ക് അതല്ല. പക്ഷെ ഞാൻ പറയുന്നത് അവര് തീർച്ചയായിട്ടും ഗുണം ചെയ്യായിരിക്കും, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അതിന്റെ ഉദാഹരണം തന്നെയല്ലേ ഇപ്പൊ ഈ സംഭവിച്ചത്. ഇവിടെ കോർപ്പറേഷൻ കിട്ടിയതിന്റെ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ടായിരിക്കുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ എത്ര പേര് മാറ്റി വോട്ട് ചെയ്ത് കാണും? എത്രയോ ആൾക്കാർ മാറി ചിന്തിച്ചത് കൊണ്ടാണല്ലോ ഇപ്പം ഇവർ വന്നത്. അപ്പൊ അങ്ങനെ മാറി ചിന്തിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഈ സിനിമാ മേഖലയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്സ് പറയില്ലെങ്കിൽ സിനിമാ മേഖല പൊളിറ്റിക്സ് പറയുന്ന ആൾക്കാരുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. സിനിമയിലുള്ള ആളല്ലേ സുരേഷ് ഗോപി? അതെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഗണേഷ് കുമാർ സിനിമയിലുള്ള ആളല്ലേ. ആ മേഖല നോക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന BJP എങ്ങനെയാണ് അക്സെപ്റ്റൻസ് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. അവിടെ ഒരു 15-20 കൊല്ലം പിന്നെ നേരത്തെ അവിടെ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നില്ല. കാര്യം ഈ BJP ആണെന്ന് പറഞ്ഞു ഇപ്പം അത് ഈ ഇപ്പൊ ഏതോ 1-2 ആർട്ടിസ്റ്റുകൾ BJPക്കാരാണെന്ന് പറഞ്ഞിട്ട് വർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് വർക്ക് ഇല്ല. പിന്നെ ഇത് കാരണമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചില ഏതോ ഒരു നടിയെ പറ്റിയൊക്കെ ഈ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ. ഒരുപാട്
അവരൊരു BJP കാരിയാണ് എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞത് കാരണം പിന്നെ അവർക്ക് വർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് കത്തിച്ചു വിടുന്നുണ്ട്. അത് സത്യമാണോ എന്നുള്ളത്, വർക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ്, കാര്യം അവരെ ഞാൻ പിന്നെ വർക്കിലൊന്നും കണ്ടിട്ടില്ല. അപ്പം അതൊക്കെ ഒരു കാരണമാണോ എന്നുള്ളത് അറിയില്ല, ആയിരിക്കും, ചിലപ്പോൾ പറയാക്കില്ല. അപ്പൊ അതിനകത്ത് സിനിമയിൽ രാഷ്ട്രീയം പറയാ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് സ്നേഹം തോന്നി ഞാൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ സിനിമ വിടും. ഒന്നിലെ അതല്ല ഇത്. കാര്യം പല ജാതി, പല ആൾക്കാരും, പല സ്വഭാവക്കാരാണ് വരുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വളരെയധികം ചായവുള്ള ഒരു ഡയറക്ടറെ പടം ചെയ്തപ്പോഴത്തേക്കും ഒരു കാര്യമില്ലാതെ സെറ്റ് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ BJP ആണ് കേട്ടോ സാർ എന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെന്ന് പറഞ്ഞു ഞാൻ BJP ആണെന്ന്. അല്ല, നിങ്ങളെ കണ്ടറിയാം നിങ്ങൾ BJP ആണെന്ന്. എനിക്കറിഞ്ഞൂടാ. അപ്പൊ വെറുതെ പറയുക. അപ്പൊ അത് അദ്ദേഹത്തിന്റെ രസം. അപ്പൊ ഒരു തമാശയാക്കി. അപ്പൊ എല്ലാവരും ഇയാളെ BJP ഒന്നുമില്ല, ഇയാള് നമ്മളെ ആളല്ലേ എന്നൊക്കെ അപ്പൊ അയാൾക്ക് എങ്ങനെ അറിയാം നമ്മൾ അങ്ങനെയുടെ ആളാണെന്ന്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പോകുന്ന ആളാണ്. എനിക്ക് അങ്ങനെ ഞാൻ ഒരു ചെയ്യുന്ന ആളല്ല. എനിക്ക് ഇന്ന ഒരു പാർട്ടി എന്നുള്ളത് അത് നമുക്ക് എല്ലാ പാർട്ടികളിലും നല്ലതുകൊണ്ട് മോശമുണ്ട്, അത് രണ്ടും തിരിച്ചറിയും. പക്ഷെ ഞാൻ അതും തുറന്നു പറയില്ല. അത് പറയണത് എൻ്റെ ഏറ്റവും അടുത്ത ആ സുഹൃത്തുക്കളുടെ മാത്രം. ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കും. അവർക്ക് എൻ്റെ മനസ്സിലുള്ള എല്ലാം ഞാൻ അവരുടെ അടുത്ത് പറയും. അവരുടെ മനസ്സിലുള്ളത് ഞങ്ങൾ വഴക്കിടും, അതൊക്കെ ചെയ്യും. അതൊക്കെ ഞങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന സംഭവമാണ്. ഞാൻ അല്ലാതെ എൻ്റെ ഒരു കാര്യം ഞാൻ ഒരു മനുഷ്യരടുത്തും പറയാറില്ല. എനിക്ക് എന്തെങ്കിലും തോന്നണമെങ്കിൽ ഞാൻ മിണ്ടില്ല. അവർ നല്ലത് ചെയ്താൽ ഓക്കെ നല്ലത്, മോശം ചെയ്താൽ മോശമാണ്, ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്ത് ചെയ്യാൻ ഞാൻ അടുത്തും പറയില്ല, മിണ്ടായിരിക്കും. മൗനം വിദ്വാനുഭൂഷണം. എന്തിനു പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കണം വേറൊരാളുടെ ഇപ്പം നിങ്ങൾ ഇതാണ് ഈ രാഷ്ട്രീയം പറയുമ്പോഴുള്ള പ്രശ്നമാണ്. രാഷ്ട്രീയമാണല്ലോ അവസാനം കത്തിക്കുത്തിച്ച് നിൽക്കുന്നത്. നിങ്ങൾ എന്നെ വെച്ചൊരു പടം ചെയ്യാൻ പോകണം. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കോൺഗ്രസ്സുകാരനും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഞാൻ പിണറായി സഖാവിനെ പറ്റി നല്ലത് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ പതുക്കെ എന്നെ നൈസായിട്ട് കട്ടി കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അന്നം മുട്ടിയോ? ഇല്ലേ? നിങ്ങൾ വേറെ ഒന്നും കൊണ്ടല്ല അവൻ കമ്മ്യൂണിസ്റ്റുകാരൻ അവനെ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എനിക്ക് എൻ്റെ അന്നമാണ് മുട്ടണത്. എന്തിനാവശ്യമില്ലാതെ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ? കൊള്ളാം, കോൺഗ്രസ് നിങ്ങൾ നന്നായിരിക്കട്ടെ. ആര് വന്നാലും നമുക്കൊന്നുമില്ല, നമുക്ക് സന്തോഷം, നമുക്ക് ജോലി ചെയ്യായി. നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത് അഭിനയമാണ്. അഭിനയിക്കുക, ജോലി ചെയ്യുക, കിട്ടണ കാശ് വാങ്ങിച്ച് കുടുംബത്തിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കുക. അതാണ് എൻ്റെ പോളിസി. ആര് വന്നാലും നമുക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ഏത് ഭരണം. പണ്ടൊരു ആട്ടോറിക്ഷക്കാരന് അയാളുടെ ഒരു സാധനം ഭയങ്കര വൈറലായിട്ടുണ്ട്, ഏതോ ഇലക്ഷൻ വെച്ചിട്ട്. ആര് ജയിക്കുന്നത്? അപ്പം അയാൾ പറയണത് ആര് ജയിച്ചാലെന്ത്, എനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്ത് തന്നെ ജീവിക്കണമെന്ന് എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര വൈറലായി. അതാണ് സത്യം. അതാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളതാണ്. അതേ അഭിപ്രായക്കാരനാണ് നമ്മൾ ജോലി തന്നെ ജീവിക്കാക്കുള്ളൂ. നമ്മൾ ജോലി ചെയ്യുക, നമുക്ക് പിന്നെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് വോട്ട് ചെയ്യൂ, കുത്തുമ്പം ചെയ്യ്. അത് ആരും കാണുന്നില്ലല്ലോ. ഒരു 3 ഇതിനിടയിലല്ലേ നിങ്ങൾ ചെയ്യണത്. അത് അവിടെ ചെയ്താൽ നിങ്ങളുടെ രാഷ്ട്രീയം അവിടെ തീർത്താം വളരെ വരണം. കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി ചോയ്സ്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലേ ഉള്ളെങ്കിൽ വേറെ ഒരു മാർഗ്ഗമില്ല, ഹോട്ടലിൽ താമസിച്ചേ വെക്കുള്ളൂ. പക്ഷെ അവിടെ ഒരു 5 ഹോട്ടലുണ്ടെങ്കിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് ഏത് ഹോട്ടലിൽ താമസിക്കണമെന്ന്. ഈ ഹോട്ടലിനെക്കാളും ബെറ്റർ ആ ഹോട്ടലാണെങ്കിൽ അവിടെ പോയി താമസിക്കാം. 2 ദിവസം അവിടെ താമസിക്കുമ്പോൾ അവിടെ ശരിയായില്ല, അവിടെ പാറ്റയുണ്ടോ മുറിയിലെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത റൂമിൽ പോവാം, അടുത്ത ഹോട്ടലിൽ പോവാം. ഇല്ലേ? ഒരു ഹോട്ടലേ ഉള്ള എന്ത് ചെയ്യും? ആ ഹോട്ടലിൽ താമസിക്കാക്കൂ. അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യരുത്, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യണം. ഒരു സിനിമാക്കാരനായതുകൊണ്ട് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇപ്പം നമുക്ക് 2 പാർട്ടികളാണ് നമ്മളെ മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാമതൊരു പാർട്ടി പറഞ്ഞുകൊണ്ട് ദോഷം എന്താണ്? അവരും ഭരിച്ചു നോക്കട്ടെ. അവർ ഭരിക്കണം നല്ലതാണെങ്കിൽ അത് കൊള്ളാന്ന് വെക്കണം, അവർ മോശമാണെങ്കിൽ അവരെ കളയണം. അപ്പം ഒരു പാർട്ടി വരുന്നുണ്ട്. ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ BJP ഇത്രയും വന്നത്. അതുകൊണ്ട് ആര് വന്നാലും നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ നാട് നന്നാവണം, നന്നായിരുന്നാൽ മാത്രം മതി. നമ്മുടെ ഈ റോഡുകളും നമ്മുടെ കാര്യങ്ങളും എല്ലാം നന്നാവണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന MLA അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രത്യേകിച്ച് വലിയ ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. ആര് വന്നാലും അത് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഇപ്പൊ അങ്ങനെ വന്നാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഇത് കേട്ടിട്ട് ആരെങ്കിലും റോഡ് വന്നാക്കൂ? അല്ല, നമുക്ക് ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മളെ മനസ്സിലുള്ള ഒരു വിഷ് ലിസ്റ്റ് ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സുഗമമായ യാത്ര. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഫാക്ടറിയും ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊല്യൂഷൻ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സമാധാനമുണ്ട്. നമുക്ക് ഇപ്പൊ വെളിയിറങ്ങുന്ന തന്നെ നമുക്ക് ഈ നാട് മുഴുവൻ കാണാം. ഇപ്പം പക്ഷേ വേറെ എറണാകുളത്തോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഫാക്ടറി സ്മോക്കും അത് തന്നെ ഭയങ്കര പൊല്യൂട്ടഡ് ആണ്. ഇവിടെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എൻ്റെ ടെറസിൽ നിന്ന് എനിക്ക് കടൽ കാണാം, എൻ്റെ ബാൽക്കണിയിൽ നിന്ന് കടൽ കാണാം. നമുക്ക് എപ്പോഴും കടൽ കാണാൻ സാധിക്കും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ കാര്യം അത്രയും പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് കാണാൻ.
പൊള്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നമാണ്. നമ്മൾ വേറെ രാജ്യങ്ങളിൽ പോകുമ്പോൾ തന്നെ നിലനിർത്തണം. അല്ല, ഇങ്ങനെ നിലനിർത്താനല്ല, ഇവിടെ ഡെവലപ്മെന്റ് വരണം, ഒരുപാട് ഡെവലപ്മെന്റ്സ് വരണം. ഇപ്പൊ വിഴിഞ്ഞം വന്നില്ലേ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വരണം. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇവിടെ ജോലി, വരുന്ന വരുമാനം, ഡെവലപ്മെന്റ് വരുമ്പോഴാണല്ലോ ജോലി വരണത്. ഇപ്പൊ ടെക്നോ പാർക്കിൽ ഇപ്പൊ പുതിയതായിട്ട് ടാറ്റ കൺസൾട്ടൻസിയുടെ വലിയ വരുന്നത്, വേൾഡ് ട്രേഡ് സെന്റർ വരണം. അപ്പൊ അതൊക്കെ ഒരു 5000-10,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുകയല്ലേ. അപ്പം അത് അങ്ങനെയല്ലേ ഇതുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം ഏതോ ഒരു നിസാനോ ഏതോ കമ്പനി ഇവിടെ വന്നിട്ട് അവർ പോയി 3000 പേർക്ക് ജോലി കൊടുത്താണ്. അവർ കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്തത് ചെറിയ രീതിയിൽ എന്തോ ആയെന്നാണ് കേട്ടത്. എനിക്കറിയില്ല എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ എന്താ സംബന്ധം. അവർ കണക്ടിവിറ്റി ഇല്ല, പ്ലെയിൻ ഇല്ല ഇവിടെ നിന്ന്. ഇവിടെ ഈ ഒന്നാമത് എയർപോർട്ട് ഡെവലപ്പ് ആവുള്ളൂ. ഇതിപ്പോൾ ഇപ്പോഴാണ് കരഞ്ഞ് ഇത്രയെങ്കിലും ഒന്ന് അദാനി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെയെങ്കിലും ആയത്. അപ്പം കൂടുതൽ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യണം, കൂടുതൽ ഇത്. പിന്നെ അവരുടെ എയർപോർട്ട് ടാക്സ് ഒക്കെ കൂടുതലാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി പോണതും കൊച്ചിയിൽ നിന്ന് ഡൽഹി പോണതും 2 റേറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർ പലപ്പോഴും ഈ എയർപോർട്ടിനെ വരാനോ പിടിക്കാൻ, അപ്പം കണക്ടിവിറ്റി ഇല്ല. ഇപ്പോഴാണ് 5 ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഉള്ളത്, 4 ചെന്നൈ ഫ്ലൈറ്റ് ഉള്ളത്. അതേസമയം കൊച്ചിയിൽ നിന്ന് പോയാൽ 15 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ കണക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫ്ലൈറ്റ് മാത്രമല്ല, മെട്രോയും ഉണ്ട്. അല്ല, മെട്രോയും ഉണ്ട്, അതാ ശരിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മെട്രോ ഇപ്പൊ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. ഒരു 3 പ്രാവശ്യം കൊണ്ട് DPR ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ഒരാൾ ഉണ്ടാക്കുന്ന DPR മറ്റേ ആ DPR ഉണ്ട്, ഈ DPR എന്താ പറഞ്ഞാൽ അത് ഞാൻ ആരെന്ന് വെച്ചപ്പോൾ അത് അവര് തള്ളിക്കളഞ്ഞു. ഇവര് തള്ളിക്കളഞ്ഞത്. ആര് തള്ളിക്കളഞ്ഞത്? നമുക്കില്ല, അതേ ഉള്ളൂ. ആര് തള്ളിയാലും തള്ളിയില്ലെങ്കിലും നമുക്ക് മെട്രോ വരണില്ല. ഇത് ഇന്ന് ചിന്തിച്ചു തുടങ്ങിയാലേ 10 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ഓടുള്ളൂ മെട്രോ. ഇവിടെ ആര് ചിന്തിക്കണം? അപ്പം അത് ഈ പണ്ട് പോലെ പറയും, തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആൾക്കാർ തിരുവനന്തപുരത്തുകാർ. പക്ഷേ നമ്മുടെയൊക്കെ മുൻ തലമുറയിലുള്ളവർ തിരുവനന്തപുരത്തുകാർ മുഴുവൻ വരുത്തരാണ്. പല സ്ഥലത്തുനിന്നും വന്ന് ഇവിടെ വന്ന് സെറ്റിലായ ആൾക്കാരാണ്. തിരുവനന്തപുരത്തിൻ്റെതായെന്ന് പറഞ്ഞ് 2ാമത്തെ തലമുറ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരാണ്, ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ എൻ്റെ അമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, എല്ലാവരും ആലപ്പുഴക്കാരാണ്. അച്ഛൻ്റെ തമിഴ്നാടാണ്. അപ്പം ഇവരൊക്കെ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ആൾക്കാരുടെ എല്ലാം മുൻതലമുറക്കാരെല്ലാം വെളിയിൽ നിന്ന് വന്നവരാണ്. ഏറ്റവും ചുരുങ്ങിയത് കൊല്ലത്തുനിന്നെങ്കിലും വന്നായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നാറൂല്, അന്ന് തമിഴ്നാടായിരുന്നു, കേരളമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ തൃപ്പൂണിത്തുറ, കൊച്ചിയോ കോഴിക്കോട് അവിടെ നിന്ന് വന്നവരായിരിക്കും. തിരുവനന്തപുരത്തുകാരെന്ന് പറഞ്ഞാൽ 200 വർഷം പഴക്കമുള്ള തലമുറ എന്ന് പറയുന്നത് എടുക്കാനായിട്ട് വളരെ കുറവ് ആൾക്കാർ. അപ്പം എല്ലാം അപ്പം എന്താണ് അതിൻ്റെ ഒരു ഇത്? നമ്മുടെ സ്ഥലമല്ലല്ലോ, നമ്മുടെ നാട് ഒറ്റപ്പാലമാണല്ലോ, നമ്മൾ അവിടെ നോക്കിയാൽ മതി എന്നുള്ള ചിന്ത ഈ ഉള്ളി കിടപ്പുണ്ട്. അത് മാറണം, ആ ചിന്ത മാറണം. അത് ഇപ്പോഴത്തെ ജനറേഷനിൽ അത് കുറേ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ വന്ന് നിൽക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം ശശി തരൂർ ഇപ്പം നമ്മുടെ MP ആയി. പക്ഷെ അദ്ദേഹം ഇവിടെ MP ആയപ്പോഴത്തേക്കും അവിടെ ഭരണം BJP, ഇവിടെ ഭരണം CPM ആണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അപ്പം ആദ്യത്തെ ഒരു സമവാക്യം തെറ്റിപ്പോയി. അവിടെ മൂന്ന് പാർട്ടി ആയിപ്പോയി. അപ്പം ഇദ്ദേഹം വളരെ അംബീഷ്യസ് ആണ്. അദ്ദേഹം ഒരുപാട് നാടിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് വർക്കൗട്ട് ആവില്ല പലപ്പോഴും. കാര്യം ഇങ്ങനെയാണ് ഇവിടുത്തെ കോമ്പിനേഷൻ കിടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക്. അപ്പം ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് കൂടുതൽ കൊണ്ടുവരാമെങ്കിൽ, തിരുവനന്തപുരം മാത്രമല്ല കേരളം മുഴുവൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. കേരളം മുഴുവൻ നമ്മുടെ നാടാണ്. കേരളം നമ്മുടെ ഒരു വലിയ സിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എന്നാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ, സാധാരണക്കാർക്ക് അനുഭവിക്കുന്നുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. കാര്യം നമ്മളിപ്പം എല്ലാ ദിവസവും കാണുന്നില്ലേ, പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ലേ. ഒരു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് നടക്കാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മൾ കാണുന്നില്ലേ. അപ്പം അതൊക്കെ എന്ത് ചെയ്യാൻ അല്ല, ഇത് ഒരു സിറ്റിയിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും അയാൾ ഒരു കാര്യം നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ, യു കൺസിഡർ യുവർസെൽഫ് ആസ് ആൻ ഓർഡിനറി മാൻ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു ഈ റോഡിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എനിക്ക് ഉടൻ തരുമെന്ന് പറഞ്ഞപ്പോഴത്തെ അങ്ങനെ ഒരു ഫയലേ കാണാനില്ല. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ ഇത് അദ്ദേഹം ചെയ്യാത്തോണ്ടാണോ? അല്ലല്ലോ, അദ്ദേഹം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ആ ഫയലുണ്ടാകും ഇപ്പോഴാണ് അത് വീണ്ടും ഇദ്ദേഹം പിന്നെ ഈ ജഗതി റോഡ് ആലോചിച്ചുകൊണ്ടല്ലോ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലയിൽ കേരളം മൊത്തം ഇരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും 6 മാസം മുമ്പ് വീണ്ടും സർവേ എല്ലാം കഴിഞ്ഞ് ഇതുവഴി മാർക്ക് ചെയ്ത് ഈ പാലം വരെ ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവർ പോയവർ അതുവഴി അങ്ങോട്ടോ പോയി, പിന്നെ കണ്ടിട്ടില്ല ഇങ്ങോട്ട്.
ഏതെങ്കിലും ഒരു ആള് ഒരു നേതാവ് ഇപ്പൊ ഉള്ള കാണുന്നതിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇതിന്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്നാൽ ഇതിന് എന്തെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാൾ വന്നു ഒന്നും നടക്കാൻ പോണില്ല. ഒരാൾ വന്ന് എങ്ങനെ നടക്കും? എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ അല്ലേ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും ശശി തരൂരിന്റെ കാര്യം പറഞ്ഞില്ല, അതേപോലെ എല്ലാ കാര്യങ്ങളും ഒത്തുവരണ്ടേ? അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് വരണ്ടേ? ആ ഗവൺമെന്റിനനുസരിച്ച് ഫണ്ട് വരണ രീതിയിൽ ഫണ്ട് വരണ്ടേ? എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരണ്ടേ? എപ്പോഴല്ലേ ഒരു ഡെവലപ്മെന്റ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറേശ്ശെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ തിരുവനന്തപുരത്തും നടക്കുന്നുണ്ട്, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന അനുസരിച്ച് തിരുവനന്തപുരത്തും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിന്റെ അവിടെ പണി തുടങ്ങി, പേറുകടയിൽ അവിടെയൊക്കെ റോഡൊക്കെ ഇടിച്ച് ആനയറയിൽ ടാർ ചെയ്യാൻ തുടങ്ങി. കുറേ സ്ഥലങ്ങളിൽ മാറ്റം വന്നില്ലേ? ഇപ്പം എത്ര വർഷത്തെ ആഗ്രഹമാണ് ആ പേറുകട, അവിടേക്ക് എന്തൊരു ട്രാഫിക് കൺജഷനാണ്. ഇപ്പം അവിടെ എല്ലാം ഇടിച്ച് വീതി കൂട്ടി അവിടെ ഫ്ലൈ ഓവറിന്റെ പണി ഇപ്പം ഉടൻ തുടങ്ങാൻ പോകണം. ഇപ്പൊ കോൺട്രാക്ട് ഒക്കെ ആയി. പക്ഷെ നമ്മളപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളപ്പോഴും 25-30 കൊല്ലം ലേറ്റാണ്. അതാണ് പ്രശ്നം. ഇപ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചത്. ഈ സാധനം എപ്പോഴും വരേണ്ടതാണ്. ഇവിടെ ഈ കൊല്ലവും ആലപ്പുഴയും ബൈപ്പാസ് എപ്പോഴാണ് മാർക്ക് ചെയ്തിട്ടെന്ന് ഓർമ്മയുണ്ട്? 79-ലാണ് അവിടെ മറ്റേ 78-79 സർവേ കഴിഞ്ഞ് മാർക്ക് ചെയ്ത് റെഡിയാക്കി ഇട്ടത്. പണി തുടങ്ങി എന്നിട്ട് എപ്പോൾ തീർന്നത്? 2020. 40 കൊല്ലം കഴിഞ്ഞ്. റെക്കോർഡല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗിന്നീസ് ബുക്കിൽ പേര് വരേണ്ട സംഭവമല്ലേ? ആരുടെ കുഴപ്പം? ആരുടെയോ കുഴപ്പം. ഇതൊക്കെ ആക്ച്വലി ഒരു തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഏതൊരു സാധാരണക്കാരന്റെ ഒരു ഇതാണ്, വിഷമമാണ്. ഇതുപോലെ പറയണത് എന്റെ അടുത്ത് ചോദിക്കുന്നതിന് പകരം ഒരു സാധാരണക്കാരനടുത്ത് വേറൊരാളത്തോട് ചോദിച്ചാലേ ഞാൻ പറഞ്ഞതിനെക്കാട്ടും 100 ഇരട്ടി കാര്യങ്ങൾ അദ്ദേഹം പറയും. മനസ്സിലായില്ലേ? മാഷൊരു സിനിമ നടനാണെങ്കിലും യു കൺസിഡർ യുവർസെൽഫ് ആസ് എ സാധാരണക്കാരൻ. ഡെഫിനറ്റ്ലി എനിക്കെന്ത് കൊമ്പുണ്ടോ? ഞാൻ സാധാരണക്കാരൻ തന്നെ, സാധാരണക്കാരനായിട്ട് ജീവിക്കാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. ഞാൻ സാധാരണക്കാരനെ പോലെയാണ്, വേഷവിധാനം പോലും ഞാൻ സാധാരണക്കാരനാണ്. എന്നിട്ട് എന്റെ നാട്ടുകാരും ചീത്തൊളിക്കും, വീട്ടുകാരും ചീത്തൊളിക്കും. ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വേണം. ഞാൻ പറഞ്ഞു ഞാനൊരു പാന്റ് ഷർട്ട് ഇട്ടാൽ പോരെ. പക്ഷെ എന്നാലും അപ്പം ഒരുപാട് ആൾക്കാർ നീ പോകുമ്പോൾ നിന്നെ ആൾക്കാർ ശ്രദ്ധിക്കൂല, അപ്പൊ നീ കുറച്ച് ഞാൻ പറഞ്ഞു ഞാൻ കീറിയ ഷർട്ടല്ലേ ഇട്ടിരിക്കുന്നത്, നല്ല വൃത്തിയുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, അതുപോലെ അതൊക്കെ എന്തായാലും കുറച്ചുകൂടി സ്റ്റൈലായിട്ടുള്ളത്. അവിടെയാണ് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇവരുടെയൊക്കെ ഈ സുഹൃത്തുക്കളൊക്കെ നിർബന്ധിച്ചിട്ട് ഞാൻ കുറച്ച് നല്ല ഷർട്ടൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ഷോബിസുള്ള ഒരു താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. സാധാരണ മനുഷ്യനെ പോലെ സാധാരണക്കാരുടെ ഒപ്പം പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആളാണ് ഞാൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഇലക്ഷൻ പോളിംഗ് ബൂത്തിലേക്ക് നടന്നു കയറുന്ന സമയത്ത് ഇപ്പോൾ മഷപ്പൂരിലുള്ള ആള് സ്വാധീനിക്കുന്ന ഒരു കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ സ്വാധീനിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചാനലുകളോ? അല്ല, അങ്ങനെ വലുതായിട്ട് സ്വാധീനം കുറേയൊക്കെ തീർച്ചയായിട്ടും. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കൊന്നുമില്ല. അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് ആ വിശ്വാസമൊക്കെ അത് അല്ല എന്നുള്ള നമുക്ക് ബോധ്യമാകുന്ന പല സമയങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ കേട്ടതും കണ്ടതും പൂർണ്ണമായും തെറ്റായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോഴാണ്. അപ്പോഴാണ് ഉദാഹരണം പറയാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് നിർബന്ധമില്ല. എന്തിന് നമ്മൾ അറിഞ്ഞൂടാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു റോങ് ഡിസിഷൻ എടുക്കണം? അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ തെറ്റായ ഡിസിഷൻ എത്രയോ പ്രാവശ്യം. വോട്ടിങ്ങിന് മാത്രമല്ല, വോട്ടിങ്ങിന്റെ കാര്യമല്ല, അല്ലാതെ ഒരുപാട് കാര്യങ്ങളിൽ. അപ്പൊ ഡെഫിനറ്റ് അത് വോട്ടിങ്ങിനും ബാധകമാണ്. ഒരാളെ പറ്റി മോശമായിട്ട് കേട്ടാൽ നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അദ്ദേഹം അത്തരക്കാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം കാരണമാണ് സംഭവിച്ചത് എന്നെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിനെ നമ്മൾ മാറ്റി നിർത്തുകയോ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ വോട്ട് കൊടുക്കാതിരിക്കുകയോ എന്തുകൊണ്ട് ചെയ്യും. അത് അറിയാത്തടത്തോളം കാലം നമ്മൾ മറ്റേതാണ് ബ്ലൈൻഡ് ബിലീഫാണ്. മനസ്സിലായില്ലേ? ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഈ ഭയങ്കര ഹാർഡ് കോർ പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ കുഴപ്പക്കാരനാണെങ്കിലും ഞാൻ അയാൾക്ക് വോട്ട് ചെയ്യൂ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ് ഹാർഡ് കോർ ആയിട്ടുള്ള ആൾക്കാർ. അവരവരെ വോട്ട് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? എന്നാ കുറച്ച് ആൾക്കാർ വേണ്ട ആലോചിക്കാം, അതൊക്കെ പാർട്ടിക്കാരനൊക്കെ തന്നെ, പക്ഷെ അയാൾ ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ലേ? അവിടെയാണ് ഈ മാറുന്നത്. ജനം മണ്ടന്മാരല്ല, കാരണം ഇത് പാർട്ടിക്കാരല്ല. ഞാൻ ചോദിക്കാൻ കാരണം പാർട്ടിക്കാരെല്ലാം PR-ന് കുറെ പൈസ ഇറക്കുകയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ യൂട്യൂബിലൂടെയും ഒക്കെ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും
ഇനി അതല്ല പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നു, അങ്ങനെ ഒരു വലിയൊരു PR അത് ഒരു ഒരു ചെറിയ പരിധി വരെയൊക്കെ നടക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലതിനാണോ മോശത്തിനാണോ എന്ന് അറിയില്ല, നമുക്ക് വിദ്യാഭ്യാസം വളരെ കൂടുതലാണ്. അത് ചിലർ പറയും അത് അതിന്റെ കൂടുതലുള്ളതായതുകൊണ്ടാണ് കുഴപ്പമെന്നുള്ളത്. ഈ വിദ്യാഭ്യാസം വളരെ കൂടുതലാണ്, പക്ഷെ അത്രയ്ക്കും വിവരം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ഈ വിദ്യാഭ്യാസം കൂടുതലുള്ളതുകൊണ്ട് വായനയും എഴുത്തും കേട്ടാൽ മനസ്സിലാവാനുള്ള കഴിവുള്ള മറ്റ് നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളാണ്. അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞിടേ അത് അയാൾ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഓ അച്ഛാ ഓ തോ ഓർക്കാരെ എന്ന് പറഞ്ഞ് കൊട്ടു കൊടുക്കും. നമുക്ക് കാര്യം അയാൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും അറിയില്ല, അയാൾ ആരാണെന്ന് പോലും കണ്ടുപോലും കാണൂല. നമ്മൾ പടത്തിൽ കാണുന്നതേ കാണുള്ളൂ. അങ്ങനെയല്ലല്ലോ നമ്മൾ ഇവിടെ ഏത് വ്യക്തിയെ എടുത്താലും അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെയാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. അപ്പൊ അവരുടെ അടുത്തൊന്നും ഈ വേല നടക്കൂല. ഈ പറയുന്ന PR എക്സസൈസ് അത് ഒരു ചെറിയ പരിധി വരെയൊക്കെ സാധിക്കുമായിരിക്കും, അല്ലാതെ അത് പൂർണ്ണമായും അത് കാരണം അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ PR എല്ലാ പാർട്ടിക്കാരും PR ചെയ്യുന്നത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി അങ്ങനെയാണ്. അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ഏത് പാർട്ടിക്കാരായാലും ചെയ്യും. ചെയ്യാത്തവരാണോ എല്ലാവരും ചെയ്യും. അവരെ കൊണ്ട് ചെയ്യുന്ന രീതി അല്ലേ പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. ഒരാൾ ഇലക്ഷൻ സിനിമ റിലീസ്, ഞാൻ എല്ലാം സിനിമ റിലേറ്റ് ചെയ്ത് പറയാം. എനിക്ക് എൻ്റെ പല സിനിമകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചില സിനിമകൾ അഭിനയിച്ചിട്ട് ഈ സിനിമ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നീ അന്നൊരു സിനിമ അഭിനയിച്ചില്ല, അത് എന്തിറങ്ങും, ഞാൻ അത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിട്ട് പോയല്ലോ, അത് അറിഞ്ഞില്ലല്ലോ. എന്താ കാര്യം? പരസ്യം കൊടുക്കണ്ടേ, പരസ്യം ചെയ്യണ്ടേ? അപ്പം പ്രൊഡ്യൂസറുടെ കയ്യിൽ കാശില്ലായിരുന്നു, അതുകൊണ്ട് പരസ്യം ചെയ്തില്ല. ഏതോ ഒരു പേപ്പറിൽ ഒരു ചെറിയ പരസ്യം വന്നു. ഇതെങ്ങനെ അറിയും? ആളുകൾ അറിയണ്ടേ? അപ്പം ഭയങ്കര പരസ്യം കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാശുള്ളവർക്ക് ഭയങ്കര പരസ്യം കൊടുക്കും. അപ്പം ഭയങ്കര പരസ്യം കൊടുക്കുമ്പോൾ ആളുകൾ ഈ പടം ഭയങ്കര ആയിരിക്കും അല്ലേ എന്ന് ചിന്തിച്ചെങ്കിലും കയറും. മനസ്സിലായോ? നമ്മളിത് പരസ്യം കൊടുക്കുക, പടം റിലീസ് ചെയ്യുന്നതിൻ്റെ അന്നത്തെ രാവിലത്തെ പത്രത്തിൽ പോലും കാണാതിരുന്നാൽ, പത്രം വായിക്കുന്ന ആൾക്കാർ ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയില്ല. പത്രം വായ്പൊക്കെ വളരെ കുറവാണ് ആളുകൾ. ഞാൻ വായിക്കും, ഞാൻ പണ്ട് പോലെയുള്ള ശീലമാണ്. ഞാൻ ഒരു പേപ്പറെ വാങ്ങിക്കുള്ളൂ. പണ്ട് 2 പേപ്പർ വാങ്ങിക്കുമായിരുന്നു. മലയാളം പേപ്പർ, ഒരു മലയാളം ഒരു ഇംഗ്ലീഷും വാങ്ങിക്കുമായിരുന്നു. മലയാളം വീട്ടിൽ വൈഫ് അവർ ജനിച്ചു വളർന്നതൊക്കെ ചെന്നൈയിലാണ്, അപ്പോൾ വായിക്കാനൊന്നും അറിയില്ല. അപ്പം ഞാൻ മലയാളം നിർത്തി, ഞാൻ പിന്നെ ഇംഗ്ലീഷ് മാത്രമാക്കി. അപ്പം അതുകൊണ്ട് അത് ഞാൻ ദിവസവും രാവിലെ വായിക്കും. അപ്പം അതൊരു ശീലമാണ് എനിക്ക്. അപ്പം അങ്ങനെ വായിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല, വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ ഈ ഫ്ലാറ്റിൽ പോലും പത്രം ഇടുന്ന ആൾക്കാർ വളരെ കുറവാണ് വായിക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാരെ പത്രം വായിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. വാർത്തകൾ സ്വാധീനിക്കുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെയായിരിക്കും. കുറെ സോഷ്യൽ മീഡിയ തന്നെ കുറെ ഇപ്പൊ അതാണല്ലോ, അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുമല്ലോ. സോഷ്യൽ മീഡിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ സ്വാധീനിക്കാറുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ചാനലുകളോ? സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് കാരണം ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം അങ്ങനെ വല്ലതാണോ ഉദ്ദേശിച്ചത്? മാത്രമല്ല നമുക്ക് ഇൻഫർമേഷൻ ഫീഡ് ചെയ്യാൻ അത് ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി ഇത് തന്നെയല്ലേ ഏറ്റവും. ഞാനിപ്പോ സോഷ്യൽ മീഡിയ ഞാൻ ഫോണിൽ തന്നെയാണ് കാണുന്നത്. ഈ രാവിലത്തെ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ, ഈ പേപ്പർ വായിക്കുന്നതിന്റെ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേപ്പറിൽ വായിക്കുന്നതിലെ ഒരു കാൽ ഭാഗം മാത്രമാണ് നമ്മൾ തലേ ദിവസമേ അറിയുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ മെയിൻ ഹെഡ്ലൈൻസ് നമ്മൾ എന്തായാലും ഇപ്പൊ ഇവിടെ ബോംബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ തന്നെ കാണുന്നുണ്ട്. 6 മണി ന്യൂസോ 7 മണി ന്യൂസോ അല്ലെങ്കിൽ 9 മണിക്ക് 10 മണിക്ക് കിടക്കുന്നതിന് മുമ്പ് ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എവിടെയൊക്കെ ബോംബിട്ടു, എന്താ സംഭവിക്കുന്നത്, എത്ര പേര് മരിച്ചു, ഇതൊക്കെ നമ്മൾ അറിയും. ശ്രീലങ്കൻ തീരത്ത് വെച്ച് മറ്റവനെ വെടിവെച്ചിട്ടു, ഇതൊക്കെ നമ്മൾ അടുത്ത ദിവസം രാവിലത്തെ പത്രത്തിലെ ഇതാണ്. പക്ഷെ ബാക്കിയുള്ള ഒരു 95% വാർത്തകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണാത്തതാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ രാജ്യം മുഴുവൻ നടക്കണ, ഈ ലോകം മുഴുവൻ നടക്കണ എത്രയോ വാർത്തകൾ ആ പത്രത്തിലുണ്ട്. അപ്പൊ ഇത് വായിച്ചാലേ കിട്ടുള്ളൂ, അല്ലാതെ അത് സോഷ്യൽ മീഡിയ കിട്ടില്ല. ഇത് കിള്ളിയാറ് ഇത് അന്ന് ഇങ്ങനെ തന്നെ. ഇത് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഓവർഫ്ലോ ആയിട്ടുണ്ട്, ഭയങ്കര വെള്ളം വന്നിട്ട് ഓവർഫ്ലോ ആയിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ അങ്ങനെ വലുതായിട്ട് വരാറില്ല. നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ബോട്ടിനോ വള്ളത്തിനോ ഒക്കെ യാത്ര ചെയ്യാനൊക്കെ സൗകര്യമാകും. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ അതൊരു വേസ്റ്റ് ഡംപിങ് യാർഡ് പോലെയാണ്. അല്ലല്ല, അത് ആ സ്ഥലത്തെ പ്രോപ്പർട്ടിയാണ്. അത് അവർക്ക് ഹോട്ടലുണ്ട്. അവരുടെ ഹോട്ടലിലെ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വന്ന് കളയും. അത് അവിടെ നിന്ന് എടുത്ത് കളയും.